അവരെ നിഷ്കളങ്കരല്ലേ സാറേ? അവരെ ഭയമില്ലാത്ത കണ്ണുകളിലുള്ള ആ ഒരു ഓജസ്സും തേജസ്സും ഒക്കെ എനിക്കെന്നൊരു ലഹരിയായിരുന്നു. പലപ്പോഴും ക്ലാസ്സിലൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവരെ ചിരിയും നടപ്പും, പിന്നറിയാലോ പലപ്പോഴും ഒറ്റയ്ക്കായിരുന്നു അല്ലേ? അതൊക്കെ എനിക്കൊരു സിഗ്നലായിരുന്നു. ചെറിയ കുട്ടികളല്ലോടോ, തനിക്ക് എങ്ങനെയാ ഇതൊക്കെ എന്തിന്റെ? അഞ്ജലി, തൻ്റെ വിക്ടിംസിനെ താൻ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? ക്ലാസ്സിൽ നിന്നവർ മാത്രമേ ഉള്ളൂ അതോ? ആദ്യം ഞാനേ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കും. പിന്നീട് അമ്മ, അച്ഛൻ അവരൊന്നും ഇല്ലാത്ത കുട്ടികളുണ്ടാവുമല്ലോ, അവരെയൊക്കെ ഞാൻ സ്കെച്ചിട്ടു. അവരുടെ ഉള്ളിലെ ആ ഭയമുണ്ടല്ലോ, അത് മതി. പിന്നെ എക്സ്ട്രാ ക്ലാസ്, അത് ഒരു നല്ല പരിപാടിയാണ്. ആ ക്ലാസ്സിൽ അവർ വരും, കാരണം ഞാനവരുടെ സാറാണല്ലോ. എന്തേ അല്ലേ? എൻ്റെ അഞ്ജലിയുടെയും യാത്ര തുടരുകയാണ്. കേരളത്തിലെ പോക്സോ കേസുകളെ പറ്റിയുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ 4ാമത്തെ ഇൻ്റർവ്യൂ എടുക്കാൻ എറണാകുളത്തെ ഒരു സ്കൂളിലെ ഒരു അധ്യാപികയെ ചോദ്യം ചെയ്തതിനുള്ള തയ്യാറെടുപ്പ് തുടരുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തോടെ ഇൻവോൾവ് ആകരുത്, കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് നിൽക്കണം. അവിടെ അറിയാലോ, കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഒരു 25 വയസ്സുള്ള ടീച്ചറും 16 വയസ്സുള്ള സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഒരു ബന്ധം. അടുത്ത ആഴ്ച തോന്നുന്നു, അടുത്ത ആഴ്ച കയറാം. 10 മിനിറ്റാണ് നിങ്ങൾക്കുള്ള ടൈം. അതിനുള്ള ഇന്റർവ്യൂ തീർക്കണം. പ്രതിനെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻസും ചോദിക്കാൻ പാടില്ല, മനസ്സിലായോ? ഓഫീസിലായിരുന്നു, അവിടെ തലയ്ക്ക് സമാധാനം തരുന്നില്ല. ചായ കുടിച്ചായിരുന്നോ? എന്തായി? അപ്പം ടീച്ചറേ, നിങ്ങൾ വന്ന എന്തിനാന്നൊക്കെ അറിയാമായിരിക്കുമല്ലോ. കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരിക്കുമല്ലോ. തുടങ്ങാം. എന്നെക്കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നും ആവുന്നില്ല. ആ 16 വയസ്സുള്ള പയ്യനെ പറ്റിയാണോ നിങ്ങൾ ചിന്ത മുഴുവനും? അവൻ്റെ പേര് പോലും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ അവനെ സ്നേഹിച്ചു, അവൻ എന്നെ. ഞാൻ കുറ്റം ചെയ്തവളാ. നിങ്ങളൊരു അധ്യാപികയല്ലേ?
18 വയസ്സിന് താഴെയായിട്ടുള്ള ആ കുട്ടിയുമായിട്ടുള്ള ലൈംഗിക ബന്ധം അതിപ്പോൾ നിയമപരമായി കൺസെൻഷ്വൽ ആണെങ്കിലും അത് കുറ്റകരമാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. നിങ്ങളിവിടെ കൃത്യമായി നിങ്ങളുടെ അധികാരത്തിൻ്റെ ദുരുപയോഗമാണ് നിങ്ങളിവിടെ ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ നിങ്ങൾക്ക്? അധികാരം? ഞാൻ അവനെ നിർബന്ധിച്ചോ? ഞാൻ അവനെ ഭീഷണിപ്പെടുത്തിയോ? ക്ലാസ് മുറിയിൽ വെച്ച് ആ മേശമേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മാത്രമേ അറിയൂ. അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനൊരു മനുഷ്യനല്ലേ, എനിക്കുണ്ടാവില്ലേ വികാരങ്ങൾ? ടീച്ചർ, അവന് 16 വയസ്സേ ഉള്ളൂ. മാനസികമായിട്ടോ വൈകാരികമായിട്ടോ ഒന്നും പൂർണ്ണ വളർച്ചയിലെത്തിയിട്ടില്ല. നിങ്ങൾക്ക് 25 വയസ്സുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് ഓഫ് സ്റ്റേജിൽ പോലും നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല? എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം. ഞാൻ പറഞ്ഞത് അവനോട്, നമുക്ക് കാത്തിരിക്കാം, നിനക്ക് 18 വയസ്സാകട്ടെ എന്നൊക്കെ. ഞാൻ എന്ത് ചെയ്യാനാ? അവനാ എന്നെ നിർബന്ധിച്ചത്. അങ്ങനെയാണോ നിങ്ങളുടെ ബന്ധത്തിൻ്റെ തുടക്കം? വാട്സപ്പിൽ അവനെനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. ടീച്ചർ ഉറങ്ങിയോ, ടീച്ചറിനെ ഇന്ന് കാണാൻ സുന്ദരിയായിരുന്നു എന്നൊക്കെ. അവനെ ബ്ലോക്ക് ചെയ്യാൻ ഞാൻ പലവട്ടം ശ്രമിച്ചതാ, പക്ഷെ പറ്റിയില്ല. എന്നിട്ട് എന്താ ഉണ്ടായത്? ലൈബ്രറിയിൽ വെച്ച് അവനെന്നെ ഒരിക്കൽ കെട്ടിപ്പിടിച്ചു. ഞാൻ തടഞ്ഞതുമില്ല. ഞാൻ അവനെ ചുംബിച്ചു. അവൻ എനിക്ക് കവിതകൾ എഴുതി തന്നിരുന്നു. ഞങ്ങൾ രാത്രി തോറും സംസാരിച്ചു. അങ്ങനെയായിരുന്നു ഞങ്ങൾ. കുടുംബം, സുഹൃത്തുക്കൾ ഇവരാരും സംശയിച്ചില്ല? അവൻ്റെ വീട്ടുകാരെല്ലാം ജോലിക്ക് പോകുമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു താമസിക്കുന്നത്. ഒരിക്കൽ അവൻ്റെ ഫോണിലെ മെസ്സേജസ് അമ്മ കണ്ടായിരുന്നു. പക്ഷേ പാവം, എന്തൊക്കെയോ കള്ളത്തരം പറഞ്ഞ് അവനെ രക്ഷിച്ചു. പക്ഷേ സ്കൂളിലെ ടീച്ചർമാർക്കൊക്കെ സംശയമായി. അങ്ങനെ ഇതെല്ലാം പുറത്തു വന്നു. നിങ്ങൾക്കിപ്പോൾ എന്താ തോന്നുന്നത്? റിഗ്രറ്റ്? എനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട്. ഞാൻ കാരണം അവൻ്റെ ജീവിതം നശിച്ചത്, അവൻ്റെ പഠിത്തം, കൂട്ടുകാർ എല്ലാം. പക്ഷേ ഞാൻ അവനെ സ്നേഹിക്കുന്നത് നിർത്തിയിട്ടില്ല. എനിക്ക് കഴിയുന്നില്ല. ആ കുട്ടിയുടെ സ്ഥിതി ഇപ്പം എന്താണ്? അവൻ്റെ കാര്യം ഇപ്പം എങ്ങനെയാ? അവനിപ്പോൾ സുരക്ഷിതനാണ്. പക്ഷേ ജുവനൈൽ ഹോമിലല്ല, അവൻ്റെ ഫാമിലിയോടൊപ്പമാണ്. കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ എൻ്റെ മനസ്സ് സുഖപ്പെടുത്താൻ കുറച്ച് ടൈം എടുക്കും. അതിന് കാരണം നിങ്ങളാണ്. അവനോട് പറയണം ടീച്ചർ ക്ഷമ ചോദിക്കുന്നുവെന്ന്. ഞാൻ കാരണം അവൻ കുറേ വേദനിപ്പിച്ചു. അവൻ ഇനിയെങ്കിലും ഒരു നല്ല ജീവിതം വേണം, ഒരു സാധാരണ ജീവിതം. അവൻ ഇനിയും ജീവിതമുള്ളതാ. ആലുവയിലുള്ളൊരു കേസാണ്. 16 വയസ്സിലെ കിട്ടും. അയൽവാസിയെ പ്രതി അവർ കേസ് മൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അറിയത്തില്ല, ഇനി ശ്രമിച്ചു നോക്കാം. സത്യം നല്ലതുണ്ടല്ലോ, ഞാൻ മടുത്ത്. ഇപ്പൊ എത്രാമത്തെ കേസാ? എല്ലാവരും നാണക്കേട് കാരണം വേണ്ട, ആരും പുറത്തും പറയുന്നില്ല. നോക്കാം.